ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളെ പണികളൊക്കെ തുടങ്ങി 4 മണി കഴിഞ്ഞു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ ഒന്ന് ഇറങ്ങിയത്, പണിക്കിറങ്ങിയത്. കത്തി പിടിച്ചാണ്ടാന്ന് നോക്കുന്നത്. ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങണുള്ളൂ പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കറി കുറുമ കേട്ടോ, ഒന്ന് വെജിറ്റബിൾ കുറുമയാണെന്ന്. അതേപോലെ വെള്ളപ്പം കേട്ടോ, ഗ്രീൻ പീസ് കുറുമ. അപ്പോൾ ഇന്നാക്കം പോലെ ഒരുങ്ങിയത്. ഇപ്പം ഇന്ന് പണിക്കൊക്കെ ആവേക്കും. ഇന്ന് പിന്നെ ചിന്നൂൻ്റെ ഒരു സ്പെഷ്യലും ഉണ്ട്, മുട്ട ബജിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അല്ലേ. അപ്പോൾ ഞാൻ കറിക്കില്ല ഉള്ളി ഇതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. കട്ട് ചെയ്യല്ല, തൊലിച്ചാണ്. കട്ട് ചെയ്യാനൊന്നും ആയില്ല. ക്യാരറ്റൊക്കെ ഇടും കേട്ടോ. നിങ്ങളിങ്ങനെ കറി വെക്കലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ. എല്ലാവരും വെക്കലൊക്കെ ഉണ്ടാവും അല്ലേ അല്ലേ കുറേ ലേലേ. എന്നും ബീഫ് തന്നെ കേട്ടോ നമുക്ക് കറി. ബീഫ് ഇല്ലെങ്കിൽ ചിക്കൻ തരാം. നമ്മൾ കറി വെച്ചില്ല. ബീഫ് ഉണ്ടാവില്ലേ? ചിക്കൻ പൊരിച്ചല കറി വെക്കില്ല. പിന്നെ മീൻ കറി ഇന്ന് കുട്ടികളൊന്നും കൊണ്ടുപോയില്ല പാപ്പാര്. ഒരു പാപ്പ വന്നിട്ടില്ല, പണിപ്പോയതാണ്. ഒരു പാപ്പ ഒന്ന് എങ്ങോട്ടോ പോയി. ഇന്ന് അങ്ങാടി വേറെ എങ്ങോട്ടോ പോവാണ് പറഞ്ഞാണ്ട് കുട്ടീനെ കൊണ്ടുപോവാതെ പോയി. അപ്പം ഉണ്ട് ഇവിടെ രണ്ടാളും. എന്ത് അപ്പം അവിടെ നെലോളി വിളിയൊക്കെ കേട്ടോ. കുട്ടികളെ നോക്കാം അമ്മമാനാക്കി. അങ്ങനെ നെലോളിച്ചുണ്ട്. ഇവിടെ ഇട്ടാലേ പ്രശ്നമാണ്. പിന്നെ അതെന്താണ് കിഴങ്ങും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ടാണ്ട് കേട്ടോ, ഗ്രീൻ പീസൊക്കെ ഇട്ടാണ്ടുള്ള കറി. നല്ല രസം. കറിനായിട്ട് രസം തന്നെയല്ലേ ഗ്രീൻ പീസ് കറി. രസം ഉണ്ടാവില്ല, പക്ഷെ അത് തേങ്ങ അരച്ച് വെച്ചാലേ രസമാണ്. അത് ഞാൻ കൂട്ടിയില്ല. തേങ്ങ അരച്ച് വെക്കും, നല്ല രസം. മഞ്ഞ കളറിൽ നോക്കിയോ. അപ്പോൾ തരി ആയിട്ടോ. തരി പെട്ടെന്നാവും. ഇന്നാളെ ഒരു ദിവസം തരി ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്നാളെ ഒരു ദിവസം തരി ഉണ്ടാക്കിയില്ല. എന്നിട്ട് ബാങ്ക് കൊടുക്കാൻ നേരത്ത് 20 ഉണ്ടാക്കി. നല്ല തരി. അതാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് വരും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു അധിക ടേസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ഒന്ന് തരിയായിട്ട് ഉണ്ടാക്കുക. തരിയും കറി വെള്ളപ്പത്തിന് മാവൊക്കെ അടിച്ചു വെച്ചു കേട്ടോ. സുഖമില്ല, നല്ല തൊണ്ടവേദനയും പിന്നെന്താ മേലും കൈയും വേദനയും ഒക്കെ ഉണ്ട്. ഒന്നും തണുത്തങ്ങ് കുടിക്കല്ലേ. എന്നിട്ടിപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചു വന്നാട്ടോ ഞാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ തണുത്ത് കുടിക്കരുത്. നോമ്പ് ഇറക്കുമ്പോൾ എങ്ങനെ ആയാലും തണുത്ത് നല്ലോണം കുടിച്ചു വരും. അവിടെ എല്ലാം നെലോളിയും വിളിയാട്ടോ. വാതിലടിച്ചതിനോട് പിന്നെ നെലോളി വല്ലാതെ കണ്ട് കേൾക്കും. പോയി ചിലപ്പോൾ രണ്ടിൻ്റെ സൗണ്ട് ഒരേപോലെ കേട്ടോ. ഏതാന്ന് മനസ്സിലാവില്ല. ലോളി വെക്കുമ്പോൾ
നെലോളി വർത്താനൊക്കെ പറയുമ്പോ എന്തമ്മ ഉമ്മ ഇങ്ങോട്ട് വായിച്ച മോളെ ഓളെ വാപ്പാനെ വിളിച്ചാണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞാടി വിളിച്ചു നോക്കിയാൽ ഓളെ കാട്ടാൻ പറഞ്ഞാടി ഹായ് പറ ഹായ് സുഖാണോ ചോദിച്ചേ ആ എന്താ വർത്താനം ചോദിച്ചു ഞാൻ നല്ല വളർച്ചയാണ് പറയും നല്ലോണം വെള് കാട്ടു നിലോളിച്ചു സുഖല്ല കേട്ടോ എൻ്റെ കുട്ടിക്കും സുഖമല്ല എനിക്കും സുഖമല്ല അവളെ പപ്പക്കും സുഖമില്ല അല്ലേ ഓളെന്നലെ കൊണ്ടുപോയി കാണിച്ചു ഇന്ന് ഞാനും ഷെമിയും പോയി കാണിച്ചു വന്നിട്ടോ ആ ഗുളിക കിട്ടി കുക്കറ് കൂക്കിയല്ലേ കുക്കറ് കൂക്കണ ഞങ്ങൾക്ക് പേടിയാണ് നൊച്ചായപ്പോ പേടിയില്ലേന് ഇപ്പൊ വലുതായപ്പോഴാണ് ഞങ്ങൾക്ക് പേടി പിന്നെ ഞങ്ങള് ചെരുപ്പൊക്കെ ഇട്ടാട്ടെ ഞങ്ങള് നടക്കണ ഒത്തു കൂടെ അല്ലേ വലിച്ചു പോകണ്ടോ ഞങ്ങള് വീഡിയോ ഷെയർ ചെയ്യണം പറയും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉമ്മന്റെ കുട്ടിയാ എന്നാ ടാറ്റ കൊടുത്താളാ ശരി പറയും ടാറ്റ കൊടുക്ക് ഇനി ഇവളെ സ്ഥാനം എവിടെ വെച്ചാല് മേശമ്മല് അത് കേക്കട്ടെ പച്ചക്കറി കേക്കട്ടെ പച്ചക്കറി കേക്കട്ടെ ഇതാണ് അവസ്ഥ അവസ്ഥ ഇനി ഓടി നിക്കൂലേക്കീ പറയും ചെരുപ്പ് അയക്ക് നോക്ക് 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 അങ്ങനെ നോക്ക് കൈയുള്ള പോളെ എറിഞ്ഞ് പൊട്ടിച്ച് ഇങ്ങോട്ട് നോക്ക് കാണുന്നതൊക്കെ ഇനി എടുക്കാല്ല പാട്ടാട്ടോ അപ്പൊ ശരി നാലിന് നമ്മള് പാട്ടൊക്കെ നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി കുറച്ചു നേരം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഓണായാ പിന്നെ ഓഫാണ് അപ്പൊ ഇതാ ചിന്നുതാ വെള്ളപ്പം ചൂടാനൊക്കെ ഒരുങ്ങിട്ടു വെള്ളപ്പം അപ്പൊ പാട്ടുപെട്ടി അവിടെ ഉണ്ട് അപ്പൊ ഇനി പിന്നെ കാണിച്ചു തരാം പിന്നെ വിശേഷങ്ങളൊക്കെ അപ്പൊ അതാ കുട്ടികളൊക്കെ ഞങ്ങള് പെരും പാട്ട് കിട്ടോ അപ്പൊ ഓരൊക്കെ ഞങ്ങള് പറഞ്ഞയച്ച് മുറ്റത്തേക്ക് വിട്ടിട്ടോ കറണ്ട് ടാങ്ക് നിറഞ്ഞപ്പോ കറണ്ട് അപ്പൊ ഓലൊക്കെ മുറ്റത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് അവിടെ ഇപ്പം ഉണ്ട് അവിടെ കൊത്തണും കളക്കണമൊക്കെ ഉണ്ട് അപ്പൊ ഓലടുത്തേക്ക് ഇപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്തേക്ക് വിട്ടു ഇമ്മ ഉണ്ടായിന് കേട്ടോ പക്ഷെ അമ്മ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നിൽക്കാതെ പാടും വാശിയാണ് അപ്പൊ ഇങ്ങനെ പാടിയോണ്ട് അപ്പൊ നമ്മളെ കറി ഇതായോണ്ട് നിൽക്കണം ചിന്നു അവിടെ ഉണ്ടാക്കുന്നുണ്ട് ചിന്നുണ്ടത് കുരുമുളക് പൊടി കേട്ടോ തട്ടണം പിന്നെന്താ ഇന്ന് സമയമില്ലാന്ന് തോന്നുന്നുണ്ട് ഇല്ല ചിന്നു അത്ര ആയാവോ നോക്കിയില്ല ഈ വെയിലിങ്ങനെ കുത്തുന്നതിനോട് കാണാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ വേഗം ആക്കണം ചില ദിവസം സമയം ബാക്കിയാണ്
അല്ലേ? ചില ദിവസമാണെങ്കിലോ സമയത്ത് അറിയൂല. നമ്മളെ പട്ടാണിയൊക്കെ വേവിച്ച് വെച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ കിഴങ്ങും ക്യാരറ്റും കറി, ഒരു ചെമ്പ് കറി ഉണ്ട്. ഈ തേങ്ങയും കൂടി കൂട്ടി തീരെ എങ്ങനെ കുറച്ചുണ്ടാക്കിയാലും കറി അങ്ങോട്ട് പേരുക്കുക. പച്ചക്കൊന്നുമില്ല. അവിടെ പച്ചക്ക് അധികം ചോറും തിന്നില്ല കേട്ടോ. പക്ഷെ എന്നെ കണ്ട അങ്ങനെ പറയൂല. ഒരു 5 ദിവസമൊക്കെ പത്തിരി തന്നെ ഇനിവേ നമ്മള് തോനെ പരത്തി ഉണ്ടാക്കലേന്. ഇപ്പം പിന്നെ ചോറായി. ഇപ്പം ആണുങ്ങൾക്കൊക്കെ ചോറായി. പക്ഷെ ഞാൻ എപ്പോഴും അതുപോലെ തന്നെ. ഈ ആദ്യം അങ്ങനെയാ? ആദ്യം ഒന്നും തിന്നില്ലേ, കല്യാണത്തിന് മുന്നൊക്കെ കഞ്ഞിവെള്ളമൊക്കെ മാത്രം കുടിച്ചാണ്ട് നോമ്പ്. ഇപ്പൊ അല്പം തിന്നു. നല്ലോണം കാണാനും ഉണ്ടല്ലോ. കറി റെഡി. ഇതില്ലേ എത്ര പറയാ, പട്ടാണി ലേശം വേറിട്ട് നല്ല ഇങ്ങനെ തീരെ വേവാതെ അങ്ങനെ വെക്കണം. അപ്പൊ രസം. വേവ് വേണം കടിയില്. ഇടക്കിടക്ക് ഞങ്ങൾ മുഖം കഴുകി വരും, ക്ഷീണം പോവാൻ. നല്ല ക്ഷീണല്ലേ? ഞങ്ങൾക്കോ വൈകുന്നേരം കേട്ടോ കണ്ണാ മതി. നോമ്പ് തുറന്നതിന് ഞാനൊക്കെ അങ്ങ് കിടക്കട്ടോ. ഉപ്പിടുമ്പോ നോക്കിക്കോട്ടെ. അല്ല പിന്നല്ലേ നമ്മള് പൊടിപ്പല്ല കേട്ടോ യൂസ് ചെയ്യല്, നമ്മള് കല്ലുപ്പ. കല്ലുപ്പ് പൊടിക്കല. എന്നോ തുടങ്ങി ഇങ്ങനെ. പൊടിപ്പിനാട് നല്ല കല്ലുപ്പന്നെ. അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മള് മല്ലിച്ചപ്പ് ഇട്ടു. അങ്ങോട്ട് ഉഗ്ഗൂലി വെക്കൂലേ കറിയൊക്കെ. നല്ല കാറ്റ്. മഴ പെയ്യോന്നറിയൂല. പെയ്യാനുള്ള എല്ലാ പുറപ്പാടുകളും ഉണ്ട്. ഇങ്ങനെ മൂടിക്കുമ്പോ തന്നെ അധിക ക്ഷീണവും കൊയ്ക്കൊക്കെ അല്ലേ. ചൂടും ഉണ്ട്, നല്ല ചൂട്. ഞങ്ങളെ റൂമാണെങ്കിൽ ആ സീലിങ് ചെയ്ത് കിട്ടോ. അത് ഓടിട്ട വീടാട്ടോ നമ്മളെ വീട്. ഓടും വാർപ്പൂടി. മുന്നിൽ ലേശം വാർപ്പുണ്ട്, ബാക്കിയൊക്കെ ഓടാ. അപ്പൊ അങ്ങനെ റൂമൊക്കെ സീലിങ് അടിച്ചിരുന്നു. എന്നിട്ട് ഭയങ്കര ചൂടായിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് എനിക്ക് തോന്നുന്നു നീരിറങ്ങിയിട്ട് തൊണ്ടക്കൊക്കെ സീന. അപ്പോൾ ഈ കറി ഇറക്കിയിട്ട് വേണം ഇനി വെള്ളപ്പച്ചട്ടി ഒന്നും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി വെക്കണം. എന്നിട്ട് ഒരു ചെമ്പുണ്ട് മാവ് കിട്ടോ. നല്ല പോണ്. ഇന്നലെ ഇതേപോലെ നൂൽപുട്ട് ഉണ്ടാക്കിയതൊക്കെ ചെലവായിട്ടാ. നല്ല ടേസ്റ്റില്ലേ, നല്ല രസം. ബീഫ് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നൂൽപുട്ടൊക്കെ വിറ്റുപോയി. അപ്പൊ നേരെടുത്ത് ഇനി തികയാണ്ട ഇന്നത്ര പോവാൻ സാധ്യതയല്ല. ഇന്ന് പച്ചക്കറി ഇതാണല്ലോ, ഗ്രീൻ പീസ് ആണല്ലോ, ഗ്രീൻ പീസ് കുറുമ. കാണാൻ നല്ല ചുരുക്കൊക്കെ ഉണ്ട്, തിന്നാൻ അങ്ങനെ അറിയില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട് പുറത്ത്. പോങ്ങോട്ട് വിട്ടു ഇവിടെ മാത്രം മഴ ചെയ്യാത്തതുകൊണ്ട് അവിടെ നല്ല മഴ പെയ്യുണ്ടല്ലോ.
അങ്ങനെ നമ്മളെ കറി ഇതാ തുള്ളുണ്ട്. കറി ഇങ്ങനെ തിള വരുന്നുണ്ട്. പിന്നെന്താ ഇന്ന് ജ്യൂസ് എന്താ അപ്പം എന്താ കക്കരി അല്ലേ? കക്കരി ഉണ്ട് കേട്ടോ ഒന്ന് ജ്യൂസ് അടിക്കാൻ. മുന്തിരി ഇപ്പൊ പിന്നെയും കൊണ്ട് ഇപ്പൊ പിന്നെ മുന്തിരി കൊണ്ടെന്ന് ഇപ്പൊ കുടിച്ചലൊന്നുമില്ലല്ലോ. കുടിച്ചാലോ ജ്യൂസ് ഐറ്റംസ് ഒന്നും ഇപ്പൊ അങ്ങനെ കുടിച്ചു നേരത്തൊക്കെ തീർന്നു. അപ്പൊ നമ്മള് കറി ചട്ടി നിറച്ച് കറി കേട്ടോ. ഇതൊക്കെ തീർന്നാ മതിയായിരുന്നു. കറി ഇറക്കി ഞാൻ കാണിച്ചു തരാട്ടോ കറി. ഇതാണ് നമ്മളെ കുറുമ. കുറച്ചുകൂടി കുരുമുളകും പൊടിയൊക്കെ ഇടാണ്ട് നമുക്ക് അന്നേരം സെറ്റാക്കാം. അപ്പോൾ അതാ ഇവിടെ ചട്ടി വെച്ചു. അവിടെ ഇതാ ചുട്ടുകൊണ്ട് നിൽക്കണം. മാവ് തഞ്ഞുകൊണ്ട് ചെമ്പ് അവിടെ ഇതാ ചുട്ടത്. അവിടെ മാത്രമല്ല കേട്ടോ, അതിലും ഉണ്ട്. എൻ്റെ മകൾ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ട് പോയിന് കേട്ടോ. ആ അകത്തുനിന്നൊക്കെ ചെരുപ്പ് ഇട്ടെടുക്കല. ഞാൻ നല്ലോണം തേച്ച് നോക്കി അകത്തേറ്റു. ഓള് നട്ട് അകത്തുനിന്ന് ഇട്ട് നടക്കുകയും ചെയ്യും. ഇതില്ലേ നമ്മളെ അരച്ചതല്ല കേട്ടോ, വെള്ളപ്പത്തിന്റെ പൊടി വാങ്ങി. ആ പൊടി ഉണ്ടല്ലോ വാങ്ങണം. അത് വാങ്ങിയതാട്ടോ. കഴിഞ്ഞല്ലോ ഇതേപോലെ നമ്മള് 2 പ്രാവശ്യം വെള്ളപ്പം ഉണ്ടാക്കി. പത്തിലുണ്ടാക്കാനാവൂല. ഫസ്റ്റിലൊക്കെ പരത്തി ഉണ്ടാക്കി വരുമ്പോഴത്തെ ഒരു ഇതാവും. അപ്പൊ നമ്മള് എളുപ്പം നോക്കും. നൂൽപുട്ട്, വെള്ളപ്പം, ഇനി എന്താക്കാ അങ്ങനെ ആലോചിക്കാം. നാളെയൊക്കെ എന്താ പാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവിടെയുള്ളവർക്ക് പറ്റും. പറ്റണതല്ല. ഞാൻ നോമ്പറക്കണ നേരത്തെ ഞങ്ങളെ പറത്തി വെച്ച്. ഇതിന്റെ മൂടിയോടെ പാരനായോ? പതിനതാ ഇതിങ്ങനെ മുതിച്ചെടുക്കാം. ഞങ്ങള് രണ്ടാളും അങ്ങനെ കറക്കണേ. ചട്ടി വേറെ മോഡൽ പോലെ ഇതില് വേറെ തരായി ചുട്ടെടുത്ത് നോക്കുന്നുണ്ടാവും. ഈ ഇതിലൊക്കെ കാണാൻ കാട്ടിയെടുക്കാൻ പറ്റും. നമ്മളെ കല്യാണത്തിനൊക്കെ പോയ കൊറേ അടുപ്പല്ലോ. അതുപോലെയാണ് ഇപ്പൊ നമ്മക്ക്. അതിനത്രൊന്നും ഇല്ലടി. ഇത് തീർന്നിട്ട് വേണം ഞങ്ങക്ക് അടുത്ത പണി. പൊരി ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാം. മുട്ട ബജ്ജി കേട്ടോ, ചിന്നുവിന്റെ സ്പെഷ്യൽ. ഓരോന്നും ഉണ്ടാക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ എഗ്ഗ. അത് സാധാരണ അല്ലേ, ഓരോന്നല്ല. സിമ്മാക്കണ്ടിട്ടോ സിമ്മാക്കണില്ല. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞിന് മുട്ട ബജി. മുട്ട ബജി അതില്ലേ പകുതി മുറിച്ചാണ്ട് ഉണ്ടാക്കും. ഇതാട്ടോ എന്റെ വെള്ളപ്പം. അങ്ങനെ എടുക്കണ്ടെന്ന് അങ്ങോട്ട് വെച്ചാ കഷ്ടപ്പാട്. നിങ്ങൾക്ക് കൊടുക്കണ്ടേ? ഞാൻ തുടച്ചിട്ടുണ്ട്. ഉമ്മാന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ഫോൺ എടുക്കാൻ ചട്ടിയിൽ വേറെ മോഡലാണ്. ഒന്ന് നമ്മളെ നാത്തൂന്റെ ചട്ടി കേട്ടോ, ഒന്ന് നമ്മളെ സ്വന്തം ചട്ടി. അതായിട്ടോ ഇന്നത്തെ നമ്മളെ വിഭവങ്ങളൊക്കെ റെഡിയാക്കിക്കണ്. നേരല്ലേന്ന് കരുതി ഞങ്ങൾ ചേട്ടാ കൂടെ പരിപാടി ഇനി കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ 25 സമയം ഇനി അമ്പാടുണ്ട്. അപ്പോൾ പ്ലേറ്റ് കരണ്ട് ഇങ്ങനെ മിന്നുണ്ട് കേട്ടോ. പിന്നെന്താ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കൊണ്ട് വെച്ച് ഇത് നമ്മളെ നല്ല അടിപൊളി കുറുമ, വെള്ളപ്പം, കുടിക്കാനുള്ള വെള്ളം, തരി, ഇതിന് പിന്നെ വെള്ളപ്പം തന്നെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് മുട്ട ബജി കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ കുറച്ച് പ്ലേറ്റിൽ ചായ, പിന്നെ ബ്രെഡ് പൊടി ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം ജ്യൂസ് എന്താ വെച്ചാൽ മുന്തിരിയും എന്നാതിരി കക്കരി കേട്ടോ. ഒന്ന് ജ്യൂസ് നിർത്താനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ ഞങ്ങളെ 11ാം നോമ്പിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ ചിന്നൊരു പാത്രം കഴുകുന്നുണ്ട്. ഞങ്ങൾ നേരെ വൈകി വിചാരിച്ച് ഭാഗത്തൊക്കെ കൂട്ടിയിട്ടതിന് എപ്പോഴാണ് സമയം നോക്കുമ്പോഴാണ് സമയം
അപ്പോൾ ചിന്നോടെ കേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ കറി ഇതൊക്കെ പാത്രത്തിൽ എടുക്കട്ടെ കേട്ടോ. അത് പൊരികളൊക്കെ പാത്രത്തിൽ എടുക്കാണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.